എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ്റെ മൂടിലാണ് ഇപ്പോൾ എല്ലാവരും. കേരളത്തിൽ 1299 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് 23,876 വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത ഡിസംബർ 9, 11 തീയതികളിൽ നടക്കാൻ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ തിരൂരിലെ നഗരസഭയിലെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ തിരൂരിൽ കഴിഞ്ഞ 2020 നടന്ന ഇലക്ഷനിൽ UDF 21 സീറ്റ് നൽകി UDF ആണ് ഇവിടെ ഭരണം നടത്തിയിരുന്നത്. 16 സീറ്റുമായി LDF ഉണ്ടായിരുന്നു, 1 സീറ്റ് BJPക്ക് ലഭിച്ചു. അങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ കക്ഷിനില. ഈ വർഷം 40 സീറ്റാണുള്ളത്, 2 സീറ്റ് കൂടുതലാണ്. തിരൂർ നഗരസഭയുടെ ഈ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നടത്തേണ്ടത്, എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. ഈ ചർച്ച ഇവിടെ ആരംഭിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ശ്രീമതി AP നസീമ അവർകളാണ്. സ്വാഗതം. മറ്റൊന്ന് തിരൂർ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ അഡ്വക്കേറ്റ് S ഗിരീഷ് ആണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ദീർഘകാലമായി ഇവിടുത്തെ കൗൺസിലറായിരുന്ന BJPയുടെ സ്ഥാനാർത്ഥിയും NDAയുടെ നേതാവുമായിട്ടുള്ള നിർമ്മല ടീച്ചറാണ്. നിർമ്മല ടീച്ചറെയും സ്വാഗതം ചെയ്യുന്നു. നാട്ടുപേര് എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിനി ഈ നഗരസഭയുടെ ചെയർപേഴ്സണ് എന്താണ് പറയാനുള്ളത് നോക്കാം. വളരെ ചുരുങ്ങിയത് എന്താണ് കഴിഞ്ഞ 5 വർഷത്തെ ഒരു ഭരണത്തിനെ സംബന്ധിച്ച് വളരെ ചുരുക്കിയിട്ടൊന്ന് പറയണം. ഞങ്ങൾ തികഞ്ഞ ആത്മാഭിമാനത്തോടെയാണ് ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. സാധാരണഗതിയിൽ ഒരു ലോക്കൽ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അവർ വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും സ്വപ്നം കാണുന്നവരല്ല, തിരൂരിലൊരു എയർപോർട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. അവർക്കിവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അവർക്ക് വേണ്ട റോഡിൻ്റെ സൗകര്യങ്ങൾ, അതേപോലെ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ലോക്കൽ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തം. അത് വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടാണ് ഈ ഇലക്ഷനെ ഞങ്ങൾ നേരിടാൻ പോകുന്നത്. അതിൻ്റെ റിസൾട്ട് ഈ വരുന്ന ഡിസംബർ 13 ജനങ്ങൾ പറയും. ഓക്കെ, എന്താണ് പ്രതിപക്ഷത്തിന് ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണകാലം സംബന്ധിച്ച് പറയാനുള്ളത്? കഴിഞ്ഞ 5 വർഷത്തെ ഭരണം തെരഞ്ഞെടുപ്പിനെ 2020 UDF നേരിട്ടത് ഒരു പ്രകടന പത്രിക മുന്നോട്ട് വെച്ചിട്ടാണ്. ആ പ്രകടന പത്രികയുടെ മുഖചിത്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ ടൗൺ ഹാളിന്റെ ചിത്രവും അതിനപ്പുറത്തുള്ള സ്റ്റേഡിയവും, ടൗൺ ഹാളിനെയും സ്റ്റേഡിയത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു തൂക്കുപാലവും, അതിമനോഹരമായ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം, ആധുനികവൽക്കരിച്ച ടൗൺ ഹാൾ, ഇതെല്ലാമാണ് UDFന്റെ പ്രകടന പത്രികയുടെ മുഖചിത്രം. അതെവിടെ? ആദ്യത്തെ കൗൺസിലിൽ പ്രഖ്യാപിച്ചു, നമ്മളിപ്പോ ഈ നിൽക്കുന്ന സ്ഥലത്ത് പാർക്കിംഗ് പ്ലാസ സ്ഥാപിക്കും. മൾട്ടി മെക്കനൈസ്ഡ് പാർക്കിംഗ് പ്ലാസ എവിടെ? അതിനുവേണ്ടി മണ്ണ് പരിശോധനയ്ക്ക് വേണ്ടി ചിലവിട്ട ലക്ഷങ്ങൾ പോയി എന്നല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോ തികച്ചും പരാജയമാണ് ഈ ഭരണം എന്ന് മാത്രമല്ല, ഇവിടെ വിലയിരുത്തേണ്ട കാര്യം 71 നിലവിൽ വന്ന ഈ നഗരസഭയിൽ കഴിഞ്ഞ 54 വർഷത്തിൽ 39 വർഷവും ഭരിച്ചത് UDF ആണ്, മുസ്ലിം ലീഗാണ്. ആകെ 15 വർഷം മാത്രമാണ് LDF ഈ നഗരത്തിൽ ഭരിച്ചത്, 3 തവണ. ആ ഭരണത്തിലാണ് 79 ഭരണത്തിലാണ് ഈ ടൗൺ ഹാളും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡും സ്റ്റേഡിയവും നിലവിൽ വന്നത്. അതിനുശേഷം വന്ന KPയുടെ കൗൺസിലാണ് നമ്മുടെ കോരങ്ങത്തെ സാംസ്കാരിക സമുച്ചയം, ഈ പുഴയുടെ തീരത്തു കൂടി പോകുന്ന ബൈപ്പാസ് റോഡ്, അതുപോലെ തന്നെ വിവിധ സ്കൂളുകൾ ഏറ്റെടുത്തത്. ഞങ്ങളുടെ കഴിഞ്ഞ കൗൺസിലാണ് ഇവിടെ ബഡ്സ് സ്കൂൾ സ്ഥാപിച്ചത്. ഇങ്ങനെ എണ്ണി പറയാവുന്ന എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞ 55 വർഷത്തിൽ 35 വർഷം ഭരണം നടത്തിയ മുസ്ലിം ലീഗിനോ UDFനോ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? അവിടെ അംഗൻവാടി ഉണ്ടായിട്ടുണ്ടാവും, ഇവിടെ ഒരു റോഡ് ഉണ്ടായിട്ടുണ്ടാവും, അതൊന്നും ഞങ്ങൾ ഇല്ല എന്ന് പറയുന്നില്ല. വാർഡ് തലത്തിലുള്ള കാര്യങ്ങളല്ലാതെ, നടന്ന കാര്യങ്ങളല്ലാതെ നഗരത്തിൽ എടുത്തു കാണിക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ മുസ്ലിം ലീഗിന്റെ ഭരണത്തിന് സാധിക്കുന്നുണ്ടോ? എന്താണ് BJP NDA ഈ കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്? തിരൂർ മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിൽ ആ രക്തത്തിൽ ഞങ്ങൾക്ക് ഒരു കറയില്ല, ഒരു പങ്കുമില്ല. അതുകൊണ്ട് തന്നെ വളരെ നിഷ്പക്ഷമായിട്ട് തന്നെ അഭിപ്രായം പറയാം. ഈ നേരത്തെ പറഞ്ഞ 2 വ്യക്തികളും ഇതിൻ്റെ ഭരണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. അവരുടെ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടും വ്യക്തമായിട്ടുള്ള ആശയങ്ങളും വ്യക്തമായിട്ടുള്ള പ്രോഗ്രാംസും ഉണ്ടായിരുന്നുവെങ്കിൽ തിരൂരിനെ പോലെ റിസോഴ്സസുകളുള്ള വിഭവങ്ങളുള്ള ഒരു നഗരം ഇങ്ങനെയല്ല വേണ്ടത്. ഇന്ന് നമ്മൾ നേരിടുന്ന ട്രാഫിക് കുരുക്കുകൾ, ഗതാഗത കുരുക്കുകൾ,
അതേപോലെ തന്നെ നല്ലൊരു പുഴ ഇവിടെ ഒഴുകുന്നുണ്ട്. നമ്മൾ പ്രകൃതി സുന്ദരാണ്, പുഴയെ കണ്ട കവിത വരും എന്നൊക്കെ പറയും. പക്ഷേ ആ പുഴ ഉപയോഗിച്ചുകൊണ്ട് എത്രമാത്രം ടൂറിസം നമുക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്യാമായിരുന്നു. നല്ലൊരു സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തെ എത്രമാത്രം ഉയർന്ന നിലവാരത്തിലേക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കാലത്ത് അല്ലെങ്കിൽ എന്ത് ക്രിയാത്മകമായിട്ട് എന്ത് ആരോഗ്യകരമായിട്ട് ചെയ്തു എന്ന് വ്യക്തമായിട്ട് പ്രകടിപ്പിക്കാൻ സാധിക്കണം. അതിന് 50 കൊല്ലം 60 കൊല്ലം ഒന്നും ഭരിക്കേണ്ട കാര്യമില്ല. 60 കൊല്ലം ഇന്ത്യ ഭരിച്ചിട്ട് വെറും 15 കൊല്ലം കൊണ്ട് ഇന്ത്യ എവിടെ എത്തിയെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അധിക കാലം ഭരിക്കുന്നതല്ല അതിൻ്റെ മാനദണ്ഡം. ഭരിക്കുന്ന കാലത്ത് ജനങ്ങൾക്ക് എന്ത് നൽകാൻ സാധിച്ചു, ആ പ്രദേശത്തിന് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് കണക്കാക്കേണ്ടത്. ഓക്കെ നമുക്ക് ഓഡിയൻസിന് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ചെയർപേഴ്സൺ പറഞ്ഞത് തിരൂർ ആത്മാഭിമാനത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അവർ ആത്മാഭിമാനം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യവും ഞങ്ങളുടെ ജീവിതാനുഭവത്തിലില്ല എന്ന് മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഐക്യത്തോടുകൂടി ഐക്യകണ്ഠേന മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മുന്നണികളുടെ ശ്രമം. തങ്ങൾ പരാജയം കാണുന്നു എന്ന് ആദ്യമേ ഉറപ്പിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വെൽഫെയർ പാർട്ടി ഉൾപ്പെടെ വരുന്ന വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുകയാണ് തെരഞ്ഞെടുപ്പിൽ. അതാണ് നമ്മൾ ഇത് കാണുന്നത്. നിർമ്മല ടീച്ചർ പറഞ്ഞു, ഇന്ത്യയിൽ 15 കൊല്ലം ഭരിച്ചിട്ട് ലോകത്തിന്റെ നെറുകയിലെത്തിയെന്ന്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യം ഇന്ത്യ രാജ്യമാണ്. അത് നിർമ്മല ടീച്ചർ മറന്നുപോയി. എൻ്റെ പേര് കൃഷ്ണൻ പ്രാന്തരി. ഞാൻ BJPയുടെ തിരൂർ ഏരിയ പ്രസിഡന്റാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം ഞാൻ ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രസംഗം ഒന്നും പറയാൻ പറ്റില്ല, കാരണം എന്താ, ഞാൻ പ്രസംഗിക്കാനൊന്നുമല്ല. പക്ഷേ ഈ പൊന്നൂർക്കോടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം എന്നുള്ള രീതിയിലാണ് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. കാരണം UDF LDF അല്ലേ ഉള്ളൂ, ഇവിടെ ഉള്ളൂ, ഞങ്ങൾ എന്താ പേരിനല്ലേ ഉള്ളൂ. പക്ഷേ ഞാൻ 34-ാം വാർഡിലെ സ്ഥിര താമസക്കാരനാണ്, ഇന്നും ഇന്നലെയോ അല്ല. അപ്പൊ ഈ അഞ്ചല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞ 50 കൊല്ലം 35 കൊല്ലം എന്നൊക്കെ ഇതൊക്കെ അവർക്ക് പറയാം, ഞങ്ങൾക്കൊന്നും പറയാനില്ല, കാരണം ഞങ്ങൾക്ക് ഇല്ലല്ലോ, ഭരണമില്ലല്ലോ. പക്ഷെ അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായിട്ട് ഞങ്ങൾക്ക് പറയാം. 34-ാം വാർഡിലെ ഞാൻ ആ ഒരൊറ്റ വിഷയം മാത്രമല്ല, 34-ാം വാർഡിലെ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഈ UDF-ഉം LDF-ഉം എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. ഒറ്റ കാര്യം. ബാക്കിയുള്ള കാര്യം കൂടി പറഞ്ഞേക്കാം. പിന്നെ രണ്ടാമതൊരു കാര്യം, നമ്മളിപ്പോ വലിയ പഞ്ചനക്ഷത്ര ഇതുവരെ ഒരു ഹോസ്പിറ്റലൊക്കെ എത്തിയിട്ടുണ്ട്. അത് ജില്ലാ പഞ്ചായത്തായാലോ മറ്റോ മേലെന്ന കേന്ദ്രത്തിൽ നിന്നോ ഒരു ഓക്സിജൻ പ്ലാന്റ് വന്നു, അതും പ്രവർത്തനരഹിതമാണ്. അത് മര്യാദയ്ക്ക് അതും കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല. അതോടൊപ്പം തന്നെയാണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉദ്ഘാടനം കഴിഞ്ഞു, ബാക്കി എന്താ, എത്രയേ ഉള്ളൂ. BJPയുടെ പ്രതിനിധി പറഞ്ഞ പോലെ അവർ ക്രിയാത്മകമായി പ്രവർത്തിച്ചത് കൊണ്ട് കേരളത്തിലെ പല മുനിസിപ്പാലിറ്റികളും ഇപ്പോൾ അവരെ ഭരിക്കുന്നത്. ഓക്കെ, ഒരെണ്ണം തൃശ്ശൂർ വീണുകെട്ടിയപ്പോൾ ആൾക്കാരെ ഏറ്റി നടക്കുകയാണ്. പിന്നെ പ്രിയപ്പെട്ട സഖാവ് പറഞ്ഞല്ലോ ഈ കഴിഞ്ഞ 5 കൊല്ലത്തെ കുറിച്ച്. ഞങ്ങളിവിടെ അധികാരത്തിൽ വരുമ്പോൾ ഇവർ ബാക്കി വെച്ചത് തുടർന്ന് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇവർ ഈ 5 കൊല്ലം 6 മാസം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തായിരുന്നു. ആരെങ്കിലും എണീറ്റ് പോയാൽ വേറൊരാൾ വന്നൊരു ചെയർമാൻ കസേരയിൽ ഇരിക്കുന്ന അവസ്ഥയായിരുന്നു. ഇന്ന് ഇതുവരെ അവർക്ക് പിന്നെ ചിഹ്നമായിട്ടില്ല. പലയിടത്തും പെറുക്കിയെടുത്ത സ്ഥാനാർത്ഥികൾ വെച്ചുകൊണ്ട് UDF-നെതിരെ മത്സരിക്കാൻ ചിഹ്നം ഇതുവരെ ഒട്ടിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ടും അവർ വലിയ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ റോഡ് വികസനം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഇവിടെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ മേന്മയായിട്ട് കാണുന്നത്. 38 വാർഡുകളിലും അവിടുത്തെ കൗൺസിലർമാരുടെ ബോർഡുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ വരെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളെ വലിയ ഔദാര്യം തന്നെയാണ്. കാരണം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, ഞങ്ങളെ മെമ്പർമാർക്ക് മാത്രമല്ല. പിന്നെ ഇവർക്ക് പറയാൻ മാത്രമൊന്നുമില്ല. ഇവരിവിടെ കഴിഞ്ഞ സമയത്ത് പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല. കാരണം 2 കൂട്ടരും കൂടി ടൂർ വരുന്നത്, 2 കൂട്ടരും കൂടി ബർത്ത്ഡേ ആഘോഷിക്കുക. എന്താ കാരണം എന്നറിയോ? പ്രതിപക്ഷത്തിന് റോളില്ല. ഭരണം മോശമായാലല്ലേ പ്രതിപക്ഷം ആവേണ്ടേ ഉള്ളൂ. പിന്നെ സമരം നടത്തിയതൊക്കെ 5 മണി വരെ സമരം പ്രഖ്യാപിക്കും. 11 മണിക്ക് വന്നു നോക്കുമ്പോൾ ഗിരീഷും കൂട്ടരും നീച്ചു പോയിട്ടുണ്ടാവും. പിന്നെ എന്തിനാ വെറുതെ? ബൃഹത്തായ ഒത്തിരി പരിപാടികളുമായിട്ടാണ് UDF കഴിഞ്ഞ തവണ ജനങ്ങളെ അഭിമുഖീകരിച്ചാണെന്നാണ് പറയുന്നത്. എന്തെങ്കിലും പറയത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? കാരണം അവർ പറയുന്നത് ഇവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്താണ് ചെയ്തതെന്നാണ്. അപ്പൊ എന്താണ് ഈ കഴിഞ്ഞ 5 വർഷം എന്താണ് നിങ്ങൾ നേട്ടം എന്ന് പറയുന്ന കാര്യങ്ങൾ? അദ്ദേഹം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഗരസഭേന്റെ പുറത്ത് ഇറങ്ങി നോക്കിയാൽ ആ ജില്ലാ ഹോസ്പിറ്റൽ റോഡിനെ കണ്ടാൽ മതി. ഇവിടെ നമ്മുടെ നാട്ടിലൊരു മന്ത്രിയുണ്ട്. ആ മന്ത്രി
ആ ഒരു റോഡ് ആ കാണുന്ന കോലത്തിലേക്ക് ഞങ്ങൾ മാറ്റിയെടുത്തപ്പോൾ പല ആളുകളുടെ വീടിലും കയറി ഇറങ്ങി ആ റോഡ് ഇന്ന് കാണുന്ന കോലത്തിലേക്ക് റബ്ബറൈസ് ചെയ്ത ആദ്യത്തെ നഗരസഭയിലെ ഒരു റോഡാണത്. ആ റോഡ് ആ കോലത്തിൽ മാറ്റിയെടുപ്പം നമ്മുടെ ബഹുമാന്യനായ മിനിസ്റ്റർ മാത്രമാണ്, പിന്നെ 1-2 പേരും മാത്രമാണ് ആ ഒരു വികസനത്തിന് എതിര് നിന്ന് ആ സ്ഥലം വിട്ടു തരാത്തത്. പക്ഷെ അതിനെ പറ്റിയിട്ട് ഇവർക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കണം. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അല്ല, അതിനെപ്പറ്റി പറയാം. അതിനു മുമ്പ് ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇടക്കിടക്ക് ഭരണം മാറിയെന്ന്. ഞങ്ങൾ കഴിഞ്ഞ തവണ 5 വർഷത്തിൽ ഞങ്ങൾ പരസ്പരം പങ്കിട്ട് ഭരിച്ചിരുന്നു. ഈ റോട്ടുമ്മ കൂടി പോണോനെ അവനവന്റെ കാല് മന്തുള്ള കാല് കുഴിച്ചിട്ടിട്ട് മന്ദാന്ന് വിളിക്കരുത്. നിങ്ങൾ താനൂർ മുനിസിപ്പാലിറ്റിയിൽ ഈ നിൽക്കുന്ന ശ്രീമതി നസീമയുടെ കൂടെ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ ചെയർമാന്റെ പേര് എന്താ സുഹൃത്തെ? ഷംസുദ്ദീൻ എന്നല്ലേ? ഇന്ന് താനൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ആരാ? അങ്ങനെ എത്ര സ്ഥലത്ത്? തിരൂര് ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷം ആരൊക്കെയാ ഭരിച്ചത്? നിങ്ങൾ പ്രസിഡന്റിനെ മാറ്റിയില്ലേ? അപ്പോ കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. നിങ്ങളിടുമ്പോ ബർമുഡ, ഞങ്ങൾ ഇട്ടാൽ കൗബീനം. അത് നല്ല സമീപനമല്ല. അടുത്ത പ്രശ്നം ഇവിടെ സൂചിപ്പിച്ചു, മന്ത്രിയുടെ കാര്യം. തിരൂര് തൃക്കണ്ടൂർ വില്ലേജ് ഓഫീസിലെ അടങ്കൽ പകർപ്പെടുത്തു നോക്കൂ. വി അബ്ദുറഹ്മാൻ വാങ്ങിയ സ്ഥലത്തുനിന്ന് തിരൂർ നഗരസഭയ്ക്ക് വേണ്ടി റോഡിന് സ്ഥലം വിട്ടിട്ട് തന്നിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. രേഖ വെച്ച് പറ, ഇവിടെ കിട്ടുമല്ലോ. അതേപോലെ മുനിസിപ്പാലിറ്റി വി അബ്ദുറഹ്മാനോട് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു മന്ത്രി എന്ന നിലയിൽ മന്ത്രിയുടെ ഭൂമി അല്ലെങ്കിൽ ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് ഞങ്ങളുടെ റോഡിന്റെ വികസനത്തിന് സ്ഥലം വേണം എന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? വീട്ടിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. ആ കോപ്പി ഒന്നും ഇപ്പൊ എടുത്തുകൊണ്ടുവരാൻ പറ്റില്ല. അത് നിലവിലുള്ള നിങ്ങൾ മിനിസ്റ്ററെ വിളിച്ച് ചോദിക്കണം. നിങ്ങൾ മിനിസ്റ്ററെ വിളിച്ച് ചോദിക്കണ കാര്യം. അത് മാത്രമല്ല, ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ഈ പോണ റോഡ് ഉണ്ടല്ലോ, ഇവിടെ ഉള്ള ആൾക്കാരും വില്ലേജ് ഓഫീസ് പോയിട്ട് ആധാർ എടുത്തിട്ട് പകർപ്പ് കൊടുത്തിട്ടല്ല റോഡ് വിട്ട് തന്നിക്കണത്. ഞങ്ങൾ പോയി അളന്നിട്ട് എടുത്തോളി ഇത്ര എടുത്തോളി എന്ന് പറഞ്ഞിട്ട് തന്നതാ. ഒരു മന്ത്രി മാതൃക കാട്ടേണ്ടത് അങ്ങനെയാണ്. അല്ലാതെ വില്ലേജ് ഓഫീസ് പോയിട്ട് പകർപ്പെടുത്ത് കൊടുത്തിട്ടല്ല വികസനത്തിന് കൂട്ടു നിൽക്കേണ്ടത്. തൃക്കണ്ടൂർ വില്ലേജ് ഓഫീസിലെ രേഖയിൽ അടങ്കൽ പകർപ്പെടുത്ത് പരിശോധിച്ചു നോക്കൂ. വി അബ്ദുറഹ്മാൻ പിന്നെ വാങ്ങിയ ഭൂമി, ആ ഭൂമിയിൽ നിന്ന് റോഡ് വികസനത്തിന് വേണ്ടി സ്ഥലം വിട്ടു കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങൾ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയർപേഴ്സൺ രേഖാമൂലം ആവശ്യപ്പെട്ടതിന്റെ ഒരു കാര്യം ഇവിടെ പറയണ്ട. ഫേസ്ബുക്ക് പോസ്റ്റ് ഇടട്ടെ. അതൊക്കെ ചെയ്യാം. കള്ളം പറയും. ഞങ്ങൾ എന്തായാലും ഈ 13-ാം തീയതി പറഞ്ഞുതരാം നിങ്ങൾ ചെയ്ത വികസനങ്ങളുടെ നേട്ടങ്ങളൊക്കെ. അതവിടെ നിൽക്കട്ടെ. അത് മാത്രല്ല, ഇപ്പൊ വേറൊരു കാര്യം, നമ്മുടെ സ്റ്റേഡിയത്തിന്റെ കാര്യം ഇദ്ദേഹം പറഞ്ഞല്ലോ. ഒരു കായിക മന്ത്രിയുള്ള നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു MOUവിന്റെ ഒരു ക്ലോസ് മാത്രം മാറ്റി തരണം എന്ന് പറഞ്ഞ് 4 തവണയാണ് അദ്ദേഹത്തിന്റെ ഓഫീസിലും PWD ഓഫീസിലും കൂടി നമ്മൾ മീറ്റിംഗ് നടത്തിയത്. ആ ഒരു MOUവിന്റെ കോംപ്ലിക്കേഷൻ മാത്രം മാറ്റാന് അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല. ആ ക്ലോസ് മാത്രം. നിങ്ങൾ എന്ത് പകർപ്പെടുത്ത് വന്നിട്ടും കാര്യമില്ല. അല്ല, ബൃഹത്തായ ഒറ്റേറെ പരിപാടികളുമായിട്ടാണ് ഇത് കഴിഞ്ഞ തവണ അഭിമുഖീകരിച്ചു. 2023-24 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണ്. സാധാരണ ഇവിടെ എല്ലാവർക്കും അറിയാം, ഇവിടെ കൗൺസിലർമാരായിരുന്നു. 239 പേജുള്ള ഓഡിറ്റ് റിപ്പോർട്ട് തിരൂർ നഗരസഭയ്ക്കകത്ത് നടന്ന 20 കോടി രൂപയുടെ തീവട്ടിക്കൊള്ളയാണ്. ഇത് CPM-ഓ LDF-ഓ പ്രസിദ്ധീകരിച്ച രേഖയല്ല. ഓഡിറ്റ് റിപ്പോർട്ടാണ്. എന്തെങ്കിലും പറയണ്ട. ഈ ഓഡിറ്റ് റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചു. ചട്ടമനുസരിച്ച് 1 മാസത്തിനകം കൗൺസിലിൽ പ്ലേസ് ചെയ്യേണ്ട ഈ രേഖ എന്തുകൊണ്ട് പ്ലേസ് ചെയ്തില്ല? ഓഡിറ്റ് റിപ്പോർട്ട് ശരിക്കും ആ റിപ്പോർട്ട് നിങ്ങൾ വാങ്ങിയിട്ട് പരിശോധിക്കണം. അത് ഇദ്ദേഹത്തിന്റെ കാലത്ത് കൂടി ഉണ്ടായിരുന്നത് ഇഷ്ടം പോലെ എററുകൾ അത് വിട്ടു കൊടുക്കി ജനങ്ങളുടെ ഇടയ്ക്ക് അത് കൊടുക്കണം. ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഓരോ വർഷത്തേക്കാണ് ഓഡിറ്റ് റിപ്പോർട്ട്. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഓരോ വർഷത്തേക്കാണ് മുനിസിപ്പാലിറ്റി റിപ്പോർട്ട് വരിക. 10 വർഷത്തേക്കുള്ള റിപ്പോർട്ടാ. 10 വർഷത്തേക്കല്ല ഒരു വർഷത്തേക്കാണ്. മുനിസിപ്പാലിറ്റിയിൽ പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇനി അടുത്ത കൊള്ളക്ക് എന്ത് മലയാള സർവകലാശാല ഭൂമി കൊള്ളക്കേസില് അടുത്ത കൊള്ളക്കുള്ള പണി എടുത്തുകൊണ്ടിരിക്കാ പോരെ. പുതിയ ആളെ കൊടുക്കാണ്. ഇനി അടുത്ത കൊള്ളക്ക് എന്താണ് ടീച്ചർ, എന്താണ് ഇതിനെ സംബന്ധിച്ച്? ടീച്ചർ അവിടെ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്ന കൗൺസിലർ ആയിരുന്നല്ലോ. എന്താണ് ഇവർ ഈ പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് BJPയുടെ അഭിപ്രായം? തിരൂരിൽ കഴിഞ്ഞ 5 വർഷമല്ല ഞാൻ കൗൺസിലർ ആയിട്ടുള്ളത്. ഇവരുടെ ഒക്കെ ഭരണം ഞാൻ കണ്ടതാ.
അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ഈ അടി കാണുമ്പോൾ എനിക്ക് മാറി നിന്ന് റെഫറി പോലെ ചിരിക്കാന്നല്ലാതെ അതിലൊന്നും നമ്മൾ പങ്കാളികളല്ല. പിന്നെ നേരത്തെ സഖാവ് പറഞ്ഞതിനൊരു ഉത്തരം പറയുകയാണ്. കേന്ദ്രം ചെയ്തിട്ടുള്ളത് ഇന്ന് ഈ വാർഡിന്റെ അപ്പുറത്തേക്കുള്ള നല്ല റോഡുകളിൽ കൂടി വാഹനങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ അത് ആരുടെയാണെന്ന് നോക്കുക. തിരൂർ മുനിസിപ്പാലിറ്റിയിൽ 3 വെൽനസ് സെന്ററുകൾ കൊടുത്തിട്ടുണ്ട്. ആരാണ് കൊടുത്തത് നോക്കുക. PMAY-ലെ ആരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് നോക്കുക. തിരൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ആരുടെ ഉണ്ട് നോക്കുക. ചെറിയമുണ്ടം ബൈപ്പാസിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉണ്ടോ 33 കോടി. ഇതൊക്കെ മര്യാദയ്ക്ക് ഉപയോഗിക്കാത്തത് ഞങ്ങളുടെ ഉറ്റല്ലല്ലോ. അതുകൊണ്ട് അത് പറയണ്ട. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞത്, ഇന്ന് 3-ാം സ്ഥാനത്ത്, ലോകത്തിന് 3-ാം സ്ഥാനത്ത് സാമ്പത്തിക നിലയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് 15 കൊല്ലത്തിന്റെ അധ്വാനം തന്നെയാണ് സഖാവേ, അല്ലാതെ കഴിഞ്ഞ കാലത്തെ അധ്വാനമല്ല. അത് പറയാൻ നല്ല നട്ടല്ലോട് പറയാം. ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞു കേരളത്തിലെ വികസനത്തിൽ BJP ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. PMAY വീടിന് 4,24,000 രൂപയിൽ 75,000 രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംഭാവന. കേരളത്തിൽ നിന്ന് പിരിക്കുന്ന GST വിഹിതത്തിൽ ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിന് തരാതെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം, വിശദീകരിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ചെയർപേഴ്സൺ പറഞ്ഞു തിരൂരിലാകെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒട്ടനവധി വികസന പ്രവർത്തനം നടപ്പിലാക്കേണ്ടതുണ്ട്. നമ്മുടെ തിരൂർ നഗരസഭയിൽ ഞങ്ങളെ വാർഡിൽ വാര്യത്ര എന്നൊരു പ്രദേശമുണ്ട്. ചെയർപേഴ്സൺ ആ പ്രദേശം ഒന്ന് പോയി കാണണം. മഴക്കാലമാണ്, പ്രത്യേകിച്ച് പോയി കാണണം. മാലിന്യക്കൂമ്പാരാണ്, നന്നാക്കാത്ത റോഡ്, ചില വീടുകളിലേക്ക് വഴികൾ പോലും ഇല്ല. പിന്നെ വികസന പ്രവർത്തനം ഒരുപാട് പറഞ്ഞപ്പോൾ ഞാനൊരു വികസന പ്രവർത്തനമായിട്ട് പറയുകയാണ്. നിങ്ങൾ കാടായിത്തോട് നവീകരിച്ചിട്ടുണ്ട്. ഈ കാടായിത്തോടിൻ്റെ ഉത്ഭവ കേന്ദ്രം തലപ്പള്ളിപ്പാടാണ്. തലപ്പള്ളിപ്പാടം മുതൽ കോരങ്ങത്ത് വരെയുള്ള കാടായിപ്പാടത്തിൻ്റെ ആ ഭാഗം നവീകരണത്തിൽ ഉൾപ്പെട്ടിട്ടില്ലേ 2 കോടി പദ്ധതിയിൽ? ആ പ്രദേശം തിരൂർ മുനിസിപ്പാലിറ്റി പെട്ട പ്രദേശമല്ലേ? എന്തുകൊണ്ടാണ് ഒരു തല മുതൽ അങ്ങേ തലയെ വരെ നവീകരിച്ചിട്ട് ഞങ്ങളെ പ്രദേശം മാത്രം ഒഴിവാക്കി വിട്ടത്? ചെയർപേഴ്സണോടാണ് പറയുള്ളത്. ചെയർപേഴ്സൺ പറഞ്ഞ റോഡ് നല്ല ഉഷാറാണ് എന്നൊക്കെ. ചെയർപേഴ്സൺ ചെമ്പ്ര റോഡ് വഴി വരാറില്ല, മനസ്സിലായ? പക്ഷേ എങ്ങനെ വരണമെന്നുള്ളതൊന്നും ചോദിച്ചു നോക്കിയാളേ. പയ്യനങ്ങാടി മറ്റേ JM വഴിയാ പോവുക. അപ്പം എൻ്റെ വീട് പോണ ഭാഗത്ത് മര്യാദക്ക് നടക്കാൻ പറ്റുക. റോഡ് മോശമാണോ? റോഡ് പിന്നെന്താ ഈ പറഞ്ഞത്? ഒന്നത്. രണ്ടാമത്തത്, ആ റോഡ് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ പിടിച്ച് വെച്ചിട്ട് കസാല ഇട്ടിട്ട് അവിടെ ഇരുത്തും ഞങ്ങൾ. എന്തുകൊണ്ടെന്നറിയോ? കഴിഞ്ഞ ഗിരീഷ് ചെയർമാൻ ആവുന്ന സമയത്ത് സകല കടകളിൽ നിന്നുള്ള വേസ്റ്റ് മാറ്റിയിട്ട് ചാല് നടുവിൽ കൂടി ആക്കി. ഇപ്പം അതിൽ കൂടി വരുന്നത് തിരൂർ നഗരസഭയുടെ മത്സ്യ മാർക്കറ്റിൽ നിന്ന് വരുന്ന ഡെങ്കിപ്പനിക്കും മറ്റതിനും മറിച്ചതിനും ഒക്കെ കുറേ ബ്ലീച്ചിങ് പൗഡറും മറ്റെന്താ ആശാ വർക്കർമാരാ മറ്റേ വർക്കർമാരാ ഇവരൊക്കെ പെരിയിൽ വന്നിട്ട് പലതും പറയും. ഇപ്പോഴും കാനാത്തേക്ക് നിങ്ങൾ വരി. അവിടെ കുറേ പാവപ്പെട്ട കുട്ടികളുണ്ട്, പാവപ്പെട്ട രോഗികളുണ്ട്. അവിടെ പഠിക്കാൻ വയ്യ. ഒരു നല്ല കല്യാണാലോചന വരുന്നില്ല. ആ കല്യാണാലോചനക്ക് കൊണ്ട് വരുന്ന നേരത്ത് ഇത് ഈ മണം കൊണ്ട് ഇത് വരുന്നില്ല. ഇതേപോലെ സെക്രട്ടറിമാരെയും മറ്റ് ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാരെയും കൊണ്ടുപോയിട്ട് ഈ മറ്റേ ഒരു നെറ്റ് ഇടുമല്ലോ, നിങ്ങൾ വല്ലാതെ ഇതാവണ്ട. ആ നെറ്റ് ഇടുമല്ലോ, ആ നെറ്റ് ഇടുന്ന നേരത്തൊന്ന് വരിക. അതന്നെയാണ് പ്രശ്നം. പക്ഷെ അത് ചെയ്യാതെ ഇവിടെ വന്നും കൊണ്ട് വലിയ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. സഖാവേ, നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടിയാ പറയുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ റോട്ടിന്റെ നടുക്കൂടി ചാലുണ്ടാക്കി കൊണ്ടുപോയിന്ന്. ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ? അവിടെ നിൽക്കുന്ന ഫോർസ മാള് പോലുള്ള മാളുകൾക്ക് സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ റോഡ് വീതി കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയതാ. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടുക്കൂടി റോഡ്. ആര് പറഞ്ഞ് ഫുള്ള് വെള്ളം റോട്ടിക്ക് അടിച്ചു വിടണത്? ഞാൻ പോയി തടഞ്ഞു വെച്ചിട്ടുണ്ട്. ആര് പറഞ്ഞ്? നിങ്ങൾ ഈ പറയുന്ന ഇപ്പൊ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അന്ന് ചെയ്ത ഒത്താശന്റെ ഫലമാണ് ഇന്ന് ജനങ്ങൾ അനുഭവിക്കണത്. ഒരു തുള്ളി വെള്ളം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓടയിലേക്ക് പോണില്ല. ഫോർസ മാളിന്റെ കാര്യത്തിൽ നിൽക്കട്ടെ. ഫോർസ മാളിൽ നിന്നുണ്ടെങ്കിൽ നടപടി എടുക്കണം. അതിലൊന്നും ഞങ്ങൾ ആരും ഫോർസ മാളിലാരുടെ അച്ചാരം വാങ്ങില്ല. പക്ഷേ തിരൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനിൽ നിന്ന് കക്കൂസ് മാലിന്യങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് KSRTCയുടെ ഡിപ്പോ പൂട്ടിപ്പോയി. ആൾക്കാർ MLA-നെ തടഞ്ഞു വെച്ചു. നിങ്ങളെ മുനിസിപ്പാലിറ്റി അല്ലേ, ഈ കാര്യം ശരിയാക്കി തരി എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്തത്? ഇവർ അവാർഡ് വാങ്ങിയല്ലോ. കഴിഞ്ഞ 2015 മുതൽ 20 വരെ
തിരൂർ നഗരസഭയ്ക്കകത്ത് സമസ്ത മേഖലയിൽ നടപ്പാക്കിയ മാലിന്യ സംസ്കരണ പദ്ധതിക്ക് നഗരസഭയ്ക്ക് നവകേരള പുരസ്കാരം ലഭിച്ചു. പക്ഷേ അവാർഡ് വാങ്ങിയത് തുടർന്നു വന്ന പിന്നെ ശ്രീമതി AP നസീമയും ശ്രീ രാമൻകുട്ടിയുമാണ്. ഞങ്ങൾക്ക് അവാർഡിന്റെ കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ അവാർഡ് വാങ്ങിയ മാലിന്യ സംസ്കരണ രംഗത്തെ നൂതന പദ്ധതികൾക്ക് അവാർഡ് വാങ്ങിയ ഒരു നഗരസഭയുടെ ഇന്നത്തെ സ്ഥിതിയാണ്. കക്കൂസ് മാലിന്യം പൊട്ടി ഒഴുകിയിട്ട് KSRTC പൂട്ടിപ്പോയി. കാനാത്ത് മത്സ്യ മാർക്കറ്റിൽ നിന്നുള്ള മാലിന്യം കുമിഞ്ഞൊഴുകിയിട്ട് ആളുകൾക്ക് ഡെങ്കിപ്പനി പിടിക്കുന്നു. ഇതാണ് ഇവരുടെ ഭരണം. ഈ കാര്യത്തിനെ പറ്റി ശുദ്ധ കള്ളത്തര പറയണം. സമയം ഉണ്ടാവാം, നന്നായിട്ട് നല്ല മഴ വരുന്ന സമയത്തൊക്കെ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവാം, ഇത് പൊട്ടി ഒലിക്കുന്നുണ്ടാവാം. അതൊക്കെ സമയബന്ധിതമായിട്ട് അത് ക്ലീൻ ചെയ്യലും അത് വൃത്തിയാക്കി നടപ്പിലാക്കലാണ് ഒരു ഭരണ. ഒരു സാധനം അവിടെ നല്ല രീതിയിൽ നടപ്പിലാക്കി പോവുണ്ടെങ്കിൽ അത് പൊട്ടി ഒലിച്ച് പോകുമ്പോ അത് ശരിയാക്കൽ തന്നെയാണ് ഒരു ഭരണസമിതിന്റെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. നാളെ പൊട്ടി അലിക്കൂന്ന് കളിച്ചിട്ട് ഇന്ന് തന്നെ പോയി നടപ്പിലാക്കാൻ പറ്റൂലല്ലോ. അദ്ദേഹം പറയുന്നത് ഇപ്പൊ അതാണ്. ഇദ്ദേഹം കൗൺസിലറായിരിക്കുന്ന വാർഡിലും ഇതേ അവസ്ഥയാണ്. കലീസ് റെസ്റ്റോറന്റിൽ പൊട്ടി ഒലിച്ചിട്ട് വരുന്നുണ്ട്. ഇദ്ദേഹത്തിനോട് കുറെ ദിവസമായിട്ട് ഇതിൽ ഇടപെടാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കാലത്ത് ജോലി എടുത്തതിന് അതിന് അവാർഡ് നിങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. അവാർഡ് നിങ്ങൾ ഇന്ത്യ 2021 ഫേസ്ബുക്ക് ശ്രദ്ധിച്ചറിയാം. ആ ഒരു ട്രഞ്ചിങ് ഗ്രൗണ്ടിലേക്ക് കറന്റ് അനുവദിച്ചത് ഞാൻ വന്നതിന് ശേഷമാണ്. ഇവരവിടെ ഒരു ഷെഡ് കെട്ടി പോയി എന്ന് കരുതിയിട്ട് അവിടെ മാലിന്യ സംസ്കരണം മുഴുവൻ നടപ്പിലാക്കിയത് ഞങ്ങളാണെന്ന് അവകാശപ്പെടുന്നത് ശുദ്ധത. കലീസ് ഹോട്ടലിന്റെ കാര്യം പറഞ്ഞവർ കേട്ടോളൂ. ഈ തിരൂർ നഗരസഭയ്ക്കകത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ച ഏക ഹോട്ടൽ ഈ പറഞ്ഞ ഹോട്ടലാണ്. ഞാൻ കൗൺസിലറായി നിൽക്കുന്ന വാർഡിലാണ്. എങ്ങനെ അറിയോ അത് സ്ഥാപിച്ചത്? പ്ലാന്റ് സ്ഥാപിച്ചില്ലെങ്കിൽ പ്ലാന്റ് സ്ഥാപിച്ചില്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കട്ടെ, അദ്ദേഹം മറുപടി പറയട്ടെ പ്ലീസ്. മറുപടി പറയൂ. അല്ല, അദ്ദേഹം മറുപടി പറയട്ടെ. ഇരിക്കൂ. മറുപടി പറയട്ടെ. അവിടെ ഇരിക്കൂ പ്ലീസ്. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞണം കാട്ടിയിട്ട് കാര്യമില്ല. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞണം കാട്ടരുത്. ആ ഹോട്ടലിൽ വാർഡ് കൗൺസിലർ ആ ഹോട്ടലിന്റെ മുമ്പിൽ നിരാഹാര സമരം ആരംഭിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ പ്ലാന്റ് സ്ഥാപിച്ചത്. മറുപടി പറയട്ടെ പ്ലീസ്. പറയട്ടെ. നിങ്ങൾ ഉത്തരം പറയാൻ സമ്മതിക്കാതെ ഉത്തരം പറയട്ടെ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. മാലിന്യ പ്രശ്നമാണല്ലോ. അദ്ദേഹം പറയട്ടെ. എന്തേ ആ ഹോട്ടലിൽ സ്ഥാപിച്ചതുപോലത്തെ പ്ലാന്റ് വേറെ സ്ഥലത്ത് സ്ഥാപിക്കാഞ്ഞത്? പ്ലാന്റ് സ്ഥാപിച്ചു, പക്ഷെ പ്രവർത്തിപ്പിക്കുന്നില്ല. ഇന്നലെ ആ ഹോട്ടലിൽ CCTV ക്യാമറ സ്ഥാപിപ്പിച്ചു. ആ CCTV ക്യാമറയുടെ ഫൂട്ടേജ് തിരൂർ നഗരസഭ ഓഫീസിൽ കിട്ടുന്ന വിധത്തിൽ സ്ഥാപിച്ചു. പറയട്ടെ. ഒച്ചട്ട് കള്ളത്തരം പറയണ്ട. ഇരിക്കും അവിടെ. നിങ്ങൾ ഇരിക്കും, ബാക്കി പറയട്ടെ. പരിപാടി നടക്കൂലട്ടോ. ഹലോ, നമ്മൾ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി പറയാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ടല്ലോ. നിങ്ങൾ ക്ഷമിക്കൂ, ഇരിക്കൂ. ഒച്ചട്ട് കാര്യം അവസാനിപ്പിക്കാനാണെങ്കിൽ നമുക്കും പറ്റും. ഒച്ചട്ട് കാര്യം അവസാനിപ്പിക്കലാണോ? എന്നാ അവരോട് ഇരിക്കാൻ പറയും. ഞാൻ പറയുമ്പോ വേറൊരാൾ വർത്താനം പറയാൻ പാടില്ല. നിങ്ങളാണ് ഇത് കൺട്രോൾ ചെയ്യുന്ന ആള്. നിങ്ങൾക്ക് വിധേയനാവണം. ഞാനും അവരും നിക്കട്ടെ. അപ്പൊ നിങ്ങൾ പറയട്ടെ. പറയട്ടെ. അല്ല, ഞാൻ പറയട്ടെ. നിങ്ങൾ പറയൂ. നിങ്ങൾ പറയല്ലേ? നിങ്ങൾ പറയല്ലേ? പ്ലീസ്. അവിടെ ഇരിക്കേ. പ്ലീസ്. കാര്യങ്ങൾ സമാധാനപരമായിട്ട് പറയും. മറുപടി പറയാൻ സമ്മതിക്കൂ പ്ലീസ്. നിങ്ങൾ ഇരിക്കൂ. പറയട്ടെ. സ്ഥിരമായി 2-3 പേരെ ഈ കുഴപ്പമുണ്ടാക്കുന്നുള്ളൂ. ഈ കുഴപ്പമുണ്ടാക്കുന്ന ആളെ പിടിച്ച് പുറത്താക്കിയാൽ മര്യാദയ്ക്ക് ഈ പരിപാടി നടത്താം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മുണ്ടാണ്ടിരിക്കാൻ പറയും. അവിടെ ഇരിക്കൂ. പറയാൻ സമ്മതിക്കാത്ത എന്താ നിങ്ങള്? പറയാൻ സമ്മതിക്കും. ഇല്ല, ശ്രദ്ധിക്കാം. നമ്മൾ ഒരാളത് മാത്രല്ല. ഞങ്ങൾ തുടക്കം മുതൽ പറയുന്ന കാര്യമുണ്ട്. ഈ നഗരസഭയ്ക്കകത്ത്
ഉദ്യോഗസ്ഥന്മാരും ഭരണപക്ഷ കൗൺസിലർമാരും ഏജന്റുമാരും ചേരുന്ന ഒരു റാക്കറ്റ് ഉണ്ട്. ആ റാക്കറ്റ് പിച്ചക്കാര് ഇറക്കുന്നത് പോലെ ഇവിടുത്തെ സ്ഥാപനങ്ങളിൽ മുഴുവൻ നടന്ന് പണം വാങ്ങാണ്. എത്ര സ്ഥാപനത്തിന് നോട്ടീസ് കൊടുത്തു നോക്കൂ. മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ലാത്തതിന്റെ പേരിൽ തിരൂർ മുനിസിപ്പാലിറ്റി എത്ര സ്ഥാപനത്തിന് നോട്ടീസ് കൊടുത്തു, അതിൽ എത്ര സ്ഥാപനത്തിനെതിരെ നടപടിയെടുത്തു, എത്ര സ്ഥാപനത്തിന് ക്ലോഷർ നോട്ടീസ് കൊടുത്തു, അതിൽ എത്ര സ്ഥാപനം ക്ലോസ് ചെയ്തു. വാർഡ് കൗൺസിലറുടെ പണിയല്ല, മുനിസിപ്പൽ ഭരണസമിതിക്കാരന്റെ പണിയാണ്. ആ പണിക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ വേറെ വല്ല ജോലിക്കും പോണേ. CMS സംസ്ഥാനം പൊന്തിയും കാടും പിടിച്ചിട്ട് മൂർക്കം പാമ്പുകളെ കൊണ്ട് പോയിക്കട്ടെ. ആട് ഇവിടെ നടക്കുന്ന ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നു. നിങ്ങൾ 350 ഉറുപ്പ്യ വീതം മാസം ഫീസ് അടച്ചിട്ടാ അവിടെ നടത്തിയത്. ഒരു കൊട്ട മണ്ണുകൾ അതിൻ്റെ മേലിട്ടോ. 10 കൊല്ലങ്ങൾ ഭരിച്ചല്ല, കസാലക്കാട് 2 കൊല്ലം മാറിയിട്ട് 2.5 കൊല്ലമായിട്ട് EMS പാർക്കിന് പാറകൾ കടന്നല്ലോ. എന്തേത് ഇപ്പൊ ചെയർപേഴ്സൺ വന്നപ്പോ EMS പാർക്ക് ഒന്ന് പോയി നോക്കി. നിങ്ങളെ നേതാവിന്റെ നാമോദയത്തിൽ വെള്ള EMS പാർക്കിന്റെ കോലം ഈ സ്റ്റേഡിയത്ത് പോയ കളി 350 ഉറുപ്പ്യ എവിടെ പോയത്? ഒരു മനുഷ്യന്റെ അടുത്ത് 350 ഉറുപ്പ്യ വീതം നിങ്ങൾ നടക്കാനും വേണ്ടി മേടിച്ച ആൾക്കാരാ. അവിടെ പ്രകടന പത്രിക ചെയർപേഴ്സൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ആ സ്റ്റേഡിയം തുറന്നു കൊടുത്ത ചെയർപേഴ്സണാ. നിങ്ങൾക്ക് കണ്ടില്ല, നിങ്ങൾ കണ്ടില്ല പണി നടക്കണം. എന്താണ് എന്താ പറയുന്നത്? പ്ലീസ് പറയൂ. അപ്പോൾ ഉത്തരം പറയാം. ഈ രണ്ട് മുന്നണികളുടെയും ശ്രദ്ധയിലേക്ക് ദിവസം കലീസ് ഹോട്ടലിൽ നിന്ന് മാലിന്യം ഒഴുകുന്ന അവസ്ഥ അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതുവഴിയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു പോകുന്നത്. അവിടെ ഗിരീഷ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മാതിരി വളരെ ചെറിയ ഒരു പ്ലാന്റ് ഉണ്ടാക്കിക്കൊണ്ട് അവിടുത്തെ മാലിന്യങ്ങളെ പരിധിയിൽ കൂടുതലുള്ള മാലിന്യം ഒഴുക്കുന്നുണ്ട്. അത് മുനിസിപ്പാലിറ്റിക്കും കൗൺസിലർക്കും ഒരേ തുല്യ ഉത്തരവാദിത്തമാണ്. കാരണം അത് ചൂണ്ടിക്കാണിക്കേണ്ടത് കൗൺസിലറും നടപടി എടുക്കേണ്ടത് മുനിസിപ്പാലിറ്റിയാണ്. മറ്റൊന്ന്, നിങ്ങൾ ഈ വിഴുപ്പാടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ആ വാർഡിൻ്റെ സ്ഥിതി ഒന്ന് കാണണം. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ആ 5 കൊല്ലം ഇങ്ങനെ ഇറങ്ങി നടന്നാൽ കാലിൻ്റെ അടി മുഴുവൻ പുണ്ണായി പോകും. ആ സൈസ് മാലിന്യമാണ് അവിടെ കിട്ടിയത്. കൗൺസിലറും ഉത്തരവാദിയാണ്, നിങ്ങളെ ചെയർപേഴ്സണും ഉത്തരവാദിയാണ്. ഈ ദുരിതാവസ്ഥ മാറ്റാൻ എന്തെങ്കിലും നിങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഓക്കെ, ആദ്യം ചോദിച്ചതിനുള്ള മറുപടി അവർ ചോദിച്ചാൽ അതിനോട് മറുപടി പറഞ്ഞു. മാലിന്യ പ്രശ്നത്തിൽ കൗൺസിലർ അല്ല മാലിന്യ പ്രശ്നത്തിൽ നടപടി എടുക്കേണ്ടത്. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ തിരൂർ നഗരസഭ പ്രഖ്യാപിച്ചു, പ്ലാസ്റ്റിക് കത്തിച്ചാൽ കത്തിക്കുന്ന ആളെ വീഡിയോ സഹിതം കൊടുത്താൽ, ഫോട്ടോ എടുത്തു കൊടുത്താൽ അവർക്ക് 5000 രൂപ പാരിതോഷികം. പറഞ്ഞില്ലേ? വീഡിയോ സഹിതം പൂക്കയിൽ സ്വദേശിയായിട്ടുള്ള ഒരാൾ കൊടുത്തു. ഇന്നേ വരെ ഒരു നടപടി എടുത്തിട്ടില്ല. കാരണം എന്താ അറിയോ? അയാൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാ. അപ്പം ഈ നഗരത്തിനകത്ത് മാലിന്യ സംസ്കരണം, പ്ലാസ്റ്റിക് കത്തിക്കുന്നത് പോലുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ പോലും നടപടിയെടുക്കാൻ നഗരസഭ ഒരുക്കല്ല. ഞങ്ങൾ ചോദിക്കട്ടെ, ഈ നഗരസഭയിൽ നിന്ന് നോട്ടീസ് കൊടുക്കും. എന്തിനാ നോട്ടീസ് കൊടുക്കുന്നത്? നോട്ടീസ് കൊടുക്കുന്നത് ഇവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ല, നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന്, നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് മാലിന്യം ഒഴുകുന്നു. നോട്ടീസ് കൊടുത്താൽ പിന്നൊരു ടീം വണ്ടി എടുത്ത് പോവാണ്. കട അടക്കണോ കട തുറക്കണോ? കട അടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യണം, കട അടയ്ക്കാതെ തുറക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ വന്ന് കാണണം. അങ്ങനെയാണ് ഇവിടുത്തെ മുഴുവൻ സ്ഥലത്തും. എത്ര നോട്ടീസ് കൊടുത്തു? എത്ര പേർക്ക് നോട്ടീസ് കൊടുത്തു? നോട്ടീസ് കൊടുത്തവർക്കെതിരെ സ്വീകരിച്ച നടപടി എന്താ? ചെയർപേഴ്സൺ പറയട്ടെ. ഈ പറയുന്ന കലീസ് റെസ്റ്റോറന്റിനെ കൊണ്ട് കഴിഞ്ഞ 2 മാസം മുമ്പാണ് 50,000 രൂപ പിഴ അടപ്പിച്ചത്. ഞങ്ങൾ ആരാണോ സ്വജനപക്ഷപാതം കാണിക്കുന്നു എന്നാണ് പറയുന്നത്. സ്വജനപക്ഷപാതം ശരിക്കും പറഞ്ഞാലേ ഇത് ഒരാളെ മാത്രം അയാൾ പ്ലാസ്റ്റിക് കത്തിച്ചിക്കണമെന്ന് പറഞ്ഞാൽ അത് ഏത് പ്രവർത്തകനാണെങ്കിലും, മുസ്ലിം ലീഗ് ആണെങ്കിലും, CPM ആണെങ്കിലും, BJP ആണെങ്കിലും ഞങ്ങൾ അവർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കും. പക്ഷേ ഇദ്ദേഹം ഇത് കുറേ ദിവസങ്ങളായിട്ട് ഒരു വീട്ടുകാരെ മാത്രം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന നിരവധി പലതരത്തിലും ഒരു വീട്ടുകാരോടുള്ള ശത്രുത വെച്ച് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഞങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. ഞങ്ങൾ നിർബന്ധമായും അവർ തെറ്റ് ചെയ്തിക്കണമെങ്കിൽ അവരെ ശിക്ഷിക്കപ്പെടും, അവരതിനുള്ള പിഴ അടയ്ക്കണം എന്ന് പറഞ്ഞ് നഗരസഭ നോട്ടീസും കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് ഇദ്ദേഹം പറയുന്ന വേറൊരു കഥ മാത്രമാണ്. നിങ്ങൾ പറഞ്ഞു പ്ലാസ്റ്റിക് കത്തിച്ചാൽ നിങ്ങൾ നടപടി എടുക്കുന്നത്. 2.5 വർഷം മുമ്പ് നിങ്ങളുടെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ പ്ലാസ്റ്റിക് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലാണ് നിങ്ങൾ കത്തിച്ചിട്ടുള്ളത്. ഇന്ന് വരെ ആ കത്തി കഴിഞ്ഞിട്ടുള്ള തരംതിരിക്കുന്ന 1ാമത്തെ യൂണിറ്റ് എന്ത് ചെയ്തിട്ടില്ല, പ്രവർത്തനം 2 വർഷത്തിലധികമായി അവിടെ കത്തിച്ചിട്ട്, അല്ലേ?
ആ കത്തി പോയിട്ടുണ്ട്. അത് മല പോലെ അതിൻ്റെ മുകളിൽ വന്നിട്ട് ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, കാട് പിടിച്ചെടുക്കണം. അതിൽ മലയല്ല അത് മൊത്തം മുനിസിപ്പാലിറ്റി കത്തിച്ച മാലിന്യ, പ്ലാസ്റ്റിക് മാലിന്യ. അവിടെ കത്തിച്ച വേസ്റ്റ് അത് ഒരു മിനിറ്റ് നിങ്ങൾ പിന്നെ പറഞ്ഞു എന്ത് ഞങ്ങൾ വന്നിട്ടാണ് തുടങ്ങിയത്. 18/8/2020 ചൊവ്വാഴ്ച ദിവസം ശ്രീ KT ജലീലാണ് തിരൂർ നഗരസഭയുടെ എയറോബിക് കമ്പോസിസ്റ്റ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതിന്റെ ശിലാഫലകമാണിത്. നുണ പറയരുത്. നിങ്ങൾ വന്നിട്ടാണ് കറണ്ട് കൊടുത്തത്. വ്യവസ്ഥാപിതമായ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇത്രക്ക് ദുർബലമാവില്ലേ? ഞങ്ങൾ ദുർബലൊന്നല്ല പറയുന്നത്. ചോദ്യം പൂർത്തീകരിക്കാൻ പറ്റൂ. നിങ്ങൾ ഇങ്ങനെ ഒരു നഗരമാതാവല്ലേ? എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റിന്റെ ഷെഡ് കെട്ടി അതിനൊരു ബോർഡും കല്ലും വെച്ചതാണ് സഖാവ് കാണിച്ചത്. ഞാൻ പോയിട്ടാണ് അത് പ്രവർത്തനം ആരംഭിച്ചത്. ഇതാണോ നിങ്ങൾ പറഞ്ഞത് കല്ല് കെട്ടിയത്? ഇതാണോ കല്ല് കെട്ടിയത്? വീഡിയോ ആ ഷെഡ് അവിടെ ഉണ്ട്. ആ ഷെഡ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് എന്റെ 2021 ഫേസ്ബുക്കിൽ ആ സാധനത്തിന്റെ അതിലേക്ക് കറണ്ട് കണക്ഷൻ കൊടുത്തത് ഞാൻ അല്ല. ആ യൂണിറ്റ് അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അത് മര്യാദക്ക് ഒരു തുടർച്ചയാണ്. മര്യാദക്ക് അത് പ്രവർത്തിപ്പിക്കാൻ അതിലേക്ക് കറണ്ട് കണക്ഷൻ കൊടുത്തത് നിങ്ങളെ കാലത്ത് തകർന്നതല്ലേ? നിങ്ങളുടെ കാലത്ത് തകർന്നതല്ലേ? 2.5 വർഷമായിട്ട് പുനരുദ്ധരിച്ചില്ല. ഈ പറയുന്ന അങ്ങോട്ട് കേൾക്കൂ. 11-12 കോടി രൂപയുടെ പദ്ധതി നഗരസഭ വെക്കുമ്പോ ഇത്തരത്തിൽ UDF ഭരിക്കുന്ന നഗരസഭകൾക്ക് വെറും 10, 15, 24 ലക്ഷം മാത്രം തന്ന് ഞങ്ങളെ അപഹസിക്കുന്ന സാഹചര്യം സംസ്ഥാന സർക്കാരിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇവിടെ അതിദരിദ്രരില്ലാത്ത കേരളമെന്ന് നവംബർ 1 പ്രഖ്യാപിക്കുകയുണ്ടായി. നവംബർ 1 അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പറയിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ നഗരസഭയിൽ മാത്രം 61ഓളം അതിദരിദ്ര കുടുംബങ്ങൾ ഉണ്ടായിരുന്നേ. അവരെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തു. നിങ്ങള് അതൊന്നും പറഞ്ഞിട്ട് വരണ്ടേ? സംസ്ഥാന അവരെ പ്രഖ്യാപനത്തിന് വേണ്ടി മാത്രം ആശയങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് CPM-മാര്. തൊട്ടപ്പുറത്ത് ജീവിക്കുന്ന മനുഷ്യരുണ്ട് അവിടെ. അവിടെ ചുറ്റുമതിലില്ല. ഈ ഭാഗത്തുള്ള വെള്ളം കെട്ടിയിടുന്ന വെള്ളം മൊത്തം അവരെ കിണറ്റിലേക്ക് പോവാ. ഈ വെള്ളത്തിന് അറിയില്ല. താഴ്ന്ന പ്രദേശത്തേക്ക് ഒഴുകാനേ വെള്ളത്തിന് അറിയുള്ളൂ. നിങ്ങൾ മാത്രം നിങ്ങൾ ഒരു കാര്യം പൂർത്തീകരിക്കുന്ന സംസാരിക്കല്ലേ? ഞങ്ങൾ ചോദ്യം കഴിഞ്ഞിട്ടില്ല. അവിടെയുള്ള ജനങ്ങളോട് പ്രധാനപ്പെട്ട വിഷയല്ലേ ഇവർ പറഞ്ഞ് 2000 ഇവർ വന്നതിന് ശേഷം ഞാൻ ചൂണ്ടിക്കാണിച്ച് 2020 ഉദ്ഘാടനം ചെയ്ത കാര്യ. അപ്പൊ എങ്ങനെ ഇവർ വന്നതിന് മറുപടി പറയും. മാലിന്യമുക്ത നവകേരളം എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലൂടെ ശരിക്കും പറഞ്ഞാല് ഈ ഇത്രയും മാലിന്യരഹിതമായിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിലെ പത്രക്കട്ടിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം. അത്രയും വൃത്തിയായിട്ട് ട്രഞ്ചിങ് ഗ്രൗണ്ട് കൊണ്ടു നടന്നത് ഈ 5 വർഷക്കാലമാണ്. അതിനുവേണ്ടി ഇപ്പോഴും ഞങ്ങൾ അതിനുള്ള ആദരവുകൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെയർപേഴ്സൺ പറയുന്നത് പോലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പൈസ എങ്ങനെ കിട്ടാതായതെന്ന് അറിയോ? ഫണ്ട് വിനിയോഗത്തിന് കൊടുക്കുന്ന പണം ഓരോ വർഷവും കൊടുക്കുന്ന പണം ചിലവഴിക്കുന്നതിനനുസരിച്ചിട്ടാണ് അടുത്ത വർഷം പണം കൊടുക്കുക. എല്ലാവർക്കും ചോദ്യം ചോദിക്കാനുള്ള അവസരമല്ല. നമ്മളിപ്പോൾ കാര്യത്തിലേക്ക് പട്ടികജാതി വികസനത്തിന് വേണ്ടി നഗരസഭയ്ക്ക് കൊടുത്ത കോടിക്കണക്കിന് രൂപ ചിലവഴിക്കാത്തത് കൊണ്ടാണ് തിരൂർ നഗരസഭയ്ക്ക് തൊട്ടടുത്ത വർഷത്തെ പണം നഷ്ടമായത്. അത് പട്ടികജാതി മേഖലയിലല്ല, സകല മേഖലയിലെയും പൈസ നഷ്ടവും കുറയും. ഇവിടെ അടുത്ത വർഷം ഭരണം കിട്ടുകയാണെങ്കിൽ എന്താണ് UDF ഇനി പുതിയതായിട്ട് നിങ്ങൾ എന്താ പദ്ധതികൾ എന്തൊക്കെയാണ് അടുത്ത വർഷം ഭരണം കിട്ടുക മാത്രമല്ല ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം സംസ്ഥാന ഭരണം കൂടി ഞങ്ങളെ കയ്യിൽ കിട്ടണമെന്നാ. അല്ലാതെ കിട്ടിയിട്ട് കാര്യമില്ല. കാരണം ഇവരെന്താ ചെയ്യണമെന്ന് അറിയോ? അതും കൂടി കേട്ടിട്ട് നിങ്ങൾ പോയാൽ മതി. എന്താണ് സംഭവം? കണ്ണൂർ ജില്ലയിലെ കണ്ണൂരിൽ ആന്തൂർ മുനിസിപ്പാലിറ്റി പറഞ്ഞ ഒരു മുനിസിപ്പാലിറ്റി ഉണ്ട്. പ്രതിപക്ഷമില്ലാതെ ഭരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ആന്തൂർ മുനിസിപ്പാലിറ്റിക്കാണ് എല്ലാ പുരസ്കാരങ്ങളും കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ നടക്കുന്നത്? അതാണ് മനസ്സിലാക്കേണ്ടത്. എതിർക്കാൻ ആളില്ലെങ്കിൽ തോന്നിയ പോലെ അതാണ് മനസ്സിലാക്കേണ്ടത്. ഇടതുപക്ഷത്തിനാണ് LDF-നാണ് ഭരണം കിട്ടുന്നതിന് എന്താണ് തിരൂരിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ? എന്തൊക്കെയാണ് തിരൂരിന് ഭരണം കിട്ടുകയാണെങ്കിൽ അവരിരുന്നാ ഞാൻ പറയാം. LDF-നാണ് ഭരണം കിട്ടുന്നതെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വന്നാൽ ആദ്യം തിരൂരത്തെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന എല്ലാ റോഡുകളും നേരെയാക്കും. രണ്ടാമതായി ചെയ്യാൻ പോകുന്ന കാര്യം ഈ എല്ലാ റോഡും ഒരു ചെറിയ കുഴി ഉണ്ടായാൽ റീടാർ ചെയ്ത് കരാറുകാരുടെ പോക്കറ്റിലേക്ക് പണം എത്തിക്കുന്ന വ്യവസ്ഥ ഞങ്ങൾ അവസാനിപ്പിക്കും. കൃത്യമായി
ഒരു റോഡിൽ ചെറിയ കുഴി രൂപപ്പെട്ടാൽ ആ കുഴി അപ്പ പാച്ച് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു സിസ്റ്റം ഞങ്ങൾ കൊണ്ടുവരും റോഡുമായി ബന്ധപ്പെട്ട്. ഒരു മിനിറ്റ്, NDA ക്കാണ് അധികാരം കിട്ടുന്നതെങ്കിൽ എന്താണ് NDA? ഇവർ തമ്മിൽ തർക്കമാണെന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും പുതിയ പ്ലാനിങ് തിരൂർ നഗരത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണം പ്ലാനിങ് ഉണ്ടോ? തിരൂർ നഗരത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ തന്നെ റിസോഴ്സസുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പരമാവധി അവരുടെ ക്രിയാശേഷി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തിക്കാനുള്ള ശേഷി ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് യാതൊരു അയിത്തവും, അതിനിപ്പോൾ നരേന്ദ്രമോദിയല്ല വേറെ ആരെങ്കിലും ഭരിക്കുകയാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാവുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി പരമാവധി ഉപയോഗിക്കും. ഈ പ്രദേശത്തിൻ്റെ മുഖമുദ്രകളായിട്ടുള്ള സ്റ്റേഡിയം ആയാലും ടൗൺ ഹാൾ ആയാലും ഇവിടുത്തെ റോഡുകളായാലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും പരമാവധി നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഭരണമായിരിക്കും NDAയുടെ. ഈ മുനിസിപ്പാലിറ്റിയിൽ പട്ടികജാതി ഫണ്ട് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? ആയിക്കോട്ടെ, പ്ലീസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, നിങ്ങൾ അവിടെ പോയി ഇരിക്കേ. ഇല്ല ബഹളത്തിലേക്ക് പോകരുത്. അവിടെ പോയി ഇരിക്കേ. ഇല്ലാതെ മൈക്ക് അങ്ങനെയൊന്നുമില്ല. സംസാരിക്കുന്നവർക്കല്ലേ കൊടുക്കുക. സംസാരിക്കണം എന്ന് പറയുമ്പോഴല്ലേ കൊടുക്കുക. പ്ലീസ്. അല്ല, അങ്ങനെയൊന്നുമില്ല. പാർഷ്യാലിറ്റി ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. നിങ്ങൾ അവിടെ പോയിരിക്കും പ്ലീസ്. നമ്മളിവിടെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്ന് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കണം. എല്ലാവർക്കും നന്ദി.